മിക്കവാറുമുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അലമാരയിലുള്ള സകല തുണികളും എടുത്ത് പുറത്തിടും. എന്നിട്ടത് നല്ല വൃത്തിയായിട്ടും അടുക്കി ചിട്ടയായിട്ടും മടക്കി വെക്കും. എൻ്റെ തുണി മാത്രമല്ല, ഷീച്ചാൻ്റെ കൊച്ചിൻ്റെ തുണി എല്ലാം ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. തുണി മാത്രമല്ല, വീട്ടിലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയോടും കൂടെ ചെയ്ത് അങ്ങനെ ഒരു ശീലമായിപ്പോയി. അതുകൊണ്ട് അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ജീൻസിൻ്റെ ടോപ്പ് വേറെ, പുറത്ത് പോകുന്ന ഡ്രസ്സ് വേറെ, പള്ളിയിൽ കൊണ്ടുപോകുന്ന ഡ്രസ്സ് വേറെ, സൂപ്പർ മാർക്കറ്റിൽ ഇട്ടുന്ന ഡ്രസ്സ് വേറെ, അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കിയാണ് ഞാൻ വെക്കാറ്. പിന്നെ ആണെങ്കിൽ ഈ കാണുന്ന തുണി എന്ന് പറയുന്നത് നല്ല നല്ല ഡ്രസ്സുകളാണ്. അത് പള്ളിയിലും പുറത്തെവിടെയിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന തുണികളാണ്. പിന്നെ ഏറ്റവും മുകളിൽ അലമാരിയുടെ ഞാൻ ബെഡ്ഷീറ്റുകളും എടുക്കാത്ത കംഫർട്ടറും അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. തുണി അടുക്കി പറക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു ബാഗ് വാങ്ങിച്ചായിരുന്നു മാക്സിൽ പോയ സമയത്ത്. എനിക്കങ്ങനെ ഒരുപാട് ബാഗ് കളക്ഷൻ ഒന്നുമില്ല, ഞാനങ്ങനെ ഒത്തിരി ബാഗൊന്നും വാങ്ങിച്ച് സൂക്ഷിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇതാണെങ്കിൽ ഈ കുഞ്ഞു ബാഗ് ഉണ്ടല്ലോ, ഞാൻ പള്ളിയിൽ പോകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ പേഴ്സും മൊബൈലും എപ്പോഴും കാണും. അതാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി വലിയ ബാഗുമായിട്ട് നടക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മാക്സിൽ നിന്ന് വാങ്ങിച്ച ഒരു ബാഗാണ്, ഒരു കുഞ്ഞു ബാഗ് കേട്ടോ. ഈ ഒരു ബാഗിൽ, അതായത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ പോകുന്ന ബാഗിൽ 1-2 സാധനങ്ങൾ ഞാൻ എപ്പോഴും വെക്കാറുണ്ട്. അതിൽ ഞാൻ വെക്കുന്ന ഒരു മെയിൻ സാധനമാണ് എൻ്റെ കൊന്ത. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന ആളാണെന്ന് നിങ്ങൾക്ക് ചിലരെങ്കിലും അറിയാം. ഞങ്ങളുടെ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ കൊന്ത ചൊല്ലുക എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പക്ഷേ കത്തോലിക്ക വിശ്വാസത്തിൽ കൊന്തയ്ക്കും മാതാവിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു കൊന്തയും ഒരു വലിയ കൊന്തയും എപ്പോഴും എൻ്റെ ബാഗിൽ കാണും. ഇതെനിക്കൊരു വിശ്വാസമാണ്, ഇതെനിക്കൊരു ശക്തിയും ഒരു ധൈര്യമാണ്. അത് പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചപ്പം ഇതിലൊരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് വന്നു. അതുകൊണ്ട് ഈ ഒരു 2 കൊന്ത എപ്പോഴും എൻ്റെ ബാഗിൽ, അതായത് ഞാൻ ഡെയിലി കൊണ്ട് നടക്കുന്ന ആ ഒരു ബാഗിൽ എപ്പോഴും കാണും. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ബാഗിൽ ഞാൻ വെക്കുന്ന കൊന്തയാണ്. പിന്നെ ആണെങ്കിൽ വെക്കുന്ന ഒരു സാധനമാണ് ടൂത്ത് പിക്ക് വെക്കാനുള്ള ഒരു കാരണം, എൻ്റെ പല്ലിൽ ഞാൻ ബ്രേസസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ, ചിലപ്പോൾ നമ്മൾ വെളിയിൽ പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ പല്ലിനിടയിലൊക്കെ ഇങ്ങനെ കയറി ഇരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ടൂത്ത് പിക്ക് എപ്പോഴും എൻ്റെ ബാഗിൽ ഞാൻ കരുതി വെക്കാറുണ്ട്. പിന്നെ എൻ്റെ പേഴ്സ്, എമിറേറ്റ്സ് അടിയും അങ്ങനെയുള്ള കാര്യങ്ങളും പൈസയൊക്കെ അടങ്ങിയ ഒരു പേഴ്സ് എപ്പോഴും എൻ്റെ ബാഗിലുണ്ട്. അതാണ് എൻ്റെ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാഗിൽ ഞാൻ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാഗാണ് എൻ്റെ പുതിയ ബാഗായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഭീമ എന്നുള്ള കവർ മാത്രമേ ഉള്ളൂ, സ്വർണ്ണമല്ല കേട്ടോ. ഇത് കുറച്ച് എൻ്റെ എന്താ പറയുക, മാലയും കമ്മലും അങ്ങനെ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ്. സ്ത്രീകളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ കാണാനായിട്ട് ഇഷ്ടമായിരിക്കും. കൂടുതലും ഞാൻ മുത്തുമാലകളാണ് യൂസ് ചെയ്യുന്നത്. സ്വർണ്ണം വാങ്ങിക്കുമെങ്കിലും സ്വർണ്ണത്തോട് യാതൊരു താല്പര്യമില്ലാത്ത ആളാണ്. വാങ്ങിക്കത്തേ ഉള്ളൂ, വാങ്ങിച്ചിട്ട് അതുപോലെ ഞാൻ പെട്ടിയിൽ അടച്ചു വെക്കും. എനിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള മാലകൾ, ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിനോടാണ് താല്പര്യം. അപ്പം ആദ്യത്തെ ഒരു മാല എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് കാണാൻ എന്ന് വിചാരിക്കും, മുത്ത്, ചെറിയ ചെറിയ മുത്തുള്ള മാല കേട്ടോ. ഇത് നല്ല അടിപൊളി മാലയാണ്. ഇതധികം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതാ കണ്ടോ, ഇതാണ് ഈ ഒരു മാല. ഇതിൻ്റെ ബ്ലാക്കും ഉണ്ട് എൻ്റെ കയ്യിൽ, റെഡും ഉണ്ട്. ഇത് ഞാനിവിടെ ഷാർജയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഇവിടെ ഷാർജ, നമ്മുടെ യാർമുക്കിൽ പള്ളിയുടെയൊക്കെ അടുത്തായിട്ട്, അവളുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച 2 മാലകളാണ്. ഇതാ ഒന്ന് ബ്ലാക്കും പിന്നെ മറ്റേത് റെഡും. അതാ റെഡും അടിപൊളിയാണ്. ഈ സാരിയുടെ ഒക്കെ ഇടാനായിട്ട് അടിപൊളിയാണ്. കണ്ടോ, നല്ല മുത്താണ്, നല്ല തിളക്കമുള്ള നല്ല മുത്ത് കണ്ട. അങ്ങനെ ഈ ഒരു ബ്ലാക്കും റെഡും ഉള്ള 2 മാലകൾ. പിന്നെ ഉള്ളത് ഈ ഒരു മുത്ത്, അതായത് ഇത് ചുരിദാറിൻ്റെ കൂടെ ഒക്കെ ഞാൻ ഇടുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. നാട്ടിൽ ഞങ്ങളുടെ ഉർവശി എന്ന് വാങ്ങിച്ചാണ്. ഇത് കണ്ടോ, ഇതാണ് അടുത്തത്. കണ്ടോ, ഇത് ചുരിദാറിൻ്റെ കൂടെ സാരിയുടെ എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന ഒരു കോഫി ബ്രൗൺ കളർ ഉള്ള ഒരു മാലയാണ്. കോഫി ബ്രൗൺ ആണോ? കോഫി ബ്രൗൺ അല്ല, ഒരു ബ്രൗൺ കളർ. അതാണ് ഈ ഒരു മാലയെ. അടുത്തത് ഇത് അടിപൊളി ഒരു മാലയാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മിക്കവാറും എല്ലാത്തിൻ്റെ കൂടെ പോകുന്ന ഒരു മാലയാണ്. ഇതും ഞാൻ നാട്ടിലെ ഉർവശിയിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. ഇതിനൊക്കെ ഭയങ്കര വിലക്കുറവാണെന്ന്. നാട്ടിലറിയാമല്ലോ, 200, 250, 100, 150 ആ ഒരു റേഞ്ചിലുള്ള മാലകളെല്ലാം. അതിൽ കൂടിയ വിലയുള്ളതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. ഏറ്റവും ചീപ്പായിരിക്കണം, അത് എന്താ പറയുന്നത്, നല്ല ഭംഗിയുണ്ടായിരിക്കണം കാണാൻ. അപ്പോൾ അടുത്ത മാല ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ അടുത്തതും ഒരു വെള്ളമാലയാണ്. അത് ഇവിടെ ആണെങ്കിൽ ഒരു പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു കരോളിൻ്റെ, ആ സമയത്ത് വാങ്ങിച്ച മാലയാണ്. ഇതാ ഞാൻ ആ സമയത്ത് മാത്രമേ ഇട്ടുള്ളൂ. ഇത് നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങിച്ച ലോക്കൽ മാലയാണ്, വലിയ വിലയൊന്നും ഇല്ലാത്ത മാല കേട്ടോ. ഇതും എൻ്റെ കയ്യിൽ കുറേ കാലങ്ങളായിട്ടുള്ളൊരു മാലയാണ്. ഇതാ ഇത് പേളിൻ്റെ മാലയാണ് കേട്ടോ. ഇതും നാട്ടിൽ നിന്ന് വാങ്ങിച്ച മാലയാണ്. ഇതും ഞാൻ ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യുന്നൊരു മാലയാണ്. കണ്ടോ, ഒരു ബ്ലാക്ക് അല്ല, ഒരു ബ്ലൂ ഷെയ്ഡുള്ളൊരു മാലയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു മാലയാണ്. യൂസ് ചെയ്ത് ഇപ്പം അധികമായിട്ട് യൂസ് ചെയ്യുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് ഒക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്നതായത്. കണ്ടോ, ഇതൊരു ബ്ലൂ കളർ അങ്ങനത്തെ ഒരു മാല. ഇത് നല്ല രസമാണ്, ഇങ്ങനെ നമ്മുടെ കഴുത്തിൻ്റെ വട്ടത്തിൽ കിടക്കും. അടുത്താണെങ്കിൽ ഇതുപോലെ ഒരു നോർത്ത് ഇന്ത്യൻ മംഗല്യസൂത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മോഡലിലുള്ളൊരു മാലയാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഇതും ഇവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇത് ഞാൻ നാട്ടിലത്തെ ഉർവശിയിൽ നിന്ന് വാങ്ങിയതാണ്.
ഇത് ഭയങ്കര രസമാണ്. ഇത് നമ്മുടെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ കിടക്കുന്ന മാലയാണ്. ഇത് കണ്ടോ, കാണാമല്ലോ നിങ്ങൾക്ക്. ഇതിങ്ങനെ ചുറ്റി കിടക്കുന്ന മാല, അടിപൊളി മാല കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. സ്വർണ്ണ ചെയിനും പിന്നെ അതിൻ്റെ നടുക്കായിട്ടൊരു ബ്ലാക്ക് തരത്തിലുള്ള ഒരു ഉണ്ട പോലത്തെ ഒരു മുത്തും കൂടെ ഉള്ളൊരു മാലയുണ്ട്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. ഇതിന് കമ്മലും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച, മാർക്കറ്റിൽ പോയ സമയത്ത് വാങ്ങിച്ച കേട്ടോ. അടുത്തെന്ന് പറയുന്നത് ഇത് ഈ മാലയാണ്. ഇത് എല്ലാ ഡ്രസ്സിനൂടെയും പെയർ ചെയ്യുന്ന, ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രസ്സിനൂടെയും പെയർ ചെയ്യാൻ പറ്റിയ മാല. ഇത് ഞാൻ വാങ്ങിച്ചത് ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ്. ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ വില്ലേജിൽ പോയപ്പോൾ വാങ്ങിച്ചാണ്. ഇതിനും അധികം വിലയൊന്നുമില്ല, 20 ദിർഹംസ് ആയിരുന്നു തോന്നുന്നു. ഇതെല്ലാ കളറും ഉണ്ട്, മൾട്ടി കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രസ്സിനൂടെയും യൂസ് ചെയ്യാൻ പറ്റിയൊരു മാലയാണ്. ഇത്രയായിരുന്നു എൻ്റെ സ്വർണ്ണമല്ലാത്ത കളക്ഷൻസ്. സ്വർണ്ണത്തിൻ്റെ കളക്ഷൻസ് എപ്പോഴെങ്കിലും പറ്റുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാമേ. കുറച്ച് ഇവിടെ ഉണ്ട്, കുറച്ച് നാട്ടിലും, അങ്ങനെയാണ് ഗോൾഡ് ഇരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.